കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ മധ്യ തിരുവിതാംകൂറിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് വെറും ഒരു അധികാര തർക്കമല്ല. പതിറ്റാണ്ടുകളായി കേരളം കണ്ടു ശീലിച്ച കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയുടെ തുടക്കമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ആരെ പുറത്താക്കിയതാണോ ആ കൈകൾ തന്നെ വീണ്ടും തിരികെ വിളിക്കുന്നു. ആരെ മാറ്റി നിർത്തിയാണോ മറ്റൊരാൾ വളർന്നത് അയാൾക്ക് സ്വന്തം കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അതെ, UDF രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ജോസ് കെ മാണി മടങ്ങി വരുന്നു എന്ന വാർത്തകൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയാണ്. ഈ നീക്കം PJ ജോസഫിനെ പ്രകോപിതനാക്കുന്നത് എന്തുകൊണ്ട്? UDF അണിയറയിൽ ഒരുങ്ങുന്ന ആ രഹസ്യ തിരക്കഥ എന്താണ്? കേരളം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ ഇതാ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം. 2020 ജോസ് കെ മാണി UDF നിന്നും പുറത്താക്കപ്പെട്ട ആ ഒരു നിമിഷം ഓർക്കുക. ജോസഫും ജോസും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ച് 2 ചിഹ്നത്തിന് വേണ്ടി കോടതികൾ കയറിയിറങ്ങിയ കാലം. അന്ന് UDF നേതൃത്വം ജോസഫിനൊപ്പം നിന്നപ്പോൾ ജോസ് കെ മാണി ഇടത് കോട്ടയിലേക്ക് ചേക്കേറി. LDFിലെത്തിയ ജോസിന് രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും ഉൾപ്പെടെ വലിയ പരിഗണനകളൊക്കെ ലഭിച്ചുവെങ്കിലും തന്റെ തട്ടകമായ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഭയന്നാണോ അതോ സമുദായ താല്പര്യം സംരക്ഷിക്കാനാണോ ജോസ് തിരികെ വരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട 2 ചാലക ശക്തികൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് ക്രൈസ്തവ സഭകളും, 2 മുസ്ലിം ലീഗും. ഒരിക്കലും മതസൗഹാർദ്ദമല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ചിതറിപ്പോയത് UDFന് വലിയ ആഘാതമുണ്ടാക്കിയിരുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ ശക്തിയായി കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഭിന്നിച്ചു നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം, മധ്യ തിരുവിതാംകൂറിൽ മാണി ഗ്രൂപ്പിന്റെ വോട്ട് ബാങ്ക് ഇല്ലാതെ ഭരണം പിടിക്കുക അസാധ്യമാണ്. എന്നാൽ ഇവിടെയാണ് രാഷ്ട്രീയ ചാണക്യൻ PJ ജോസഫിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ജോസ് കെ മാണി പോയപ്പോൾ ആ ഒഴിവിലേക്ക് വന്നത് ജോസഫ് ഗ്രൂപ്പാണ്. കോട്ടയത്തും ഇടുക്കിയിലും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ജോസഫിന് കഴിഞ്ഞു. എന്നാൽ പഴയ ശത്രു തിരിച്ചു വരുമ്പോൾ കഥ മാറും. ജോസഫ് ഭയപ്പെടുന്ന 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, സീറ്റുകളുടെ നഷ്ടം. പാല, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ തുടങ്ങി ജോസഫ് ഗ്രൂപ്പ് മോഹിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ജോസ് കെ മാണി അവകാശവാദം ഉന്നയിച്ചാലോ? അടുത്തത് 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. UDFിലെ 2ാമത്തെ വലിയ കക്ഷി എന്ന പദവിക്ക് വേണ്ടി ജോസഫ് കഷ്ടപ്പെടുമ്പോൾ ജോസ് വന്നാൽ ആ പദവി അവർക്ക് വിട്ടു നൽകേണ്ടി വരും. പിന്നെ തന്നെ പുറത്താക്കിയ മുന്നണിയിലേക്ക് ജോസ് വരുന്നത് തന്നെ രാഷ്ട്രീയമായി വെട്ടിനിർത്താനാണോ എന്ന് ജോസഫ് സംശയിക്കുന്നു. ജോസഫ് ഗ്രൂപ്പിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതുപോലെ ഇടതന്റെ സുഖം അനുഭവിച്ച് മടുത്തു വരുമ്പോൾ കയറി വരാൻ ഇത് സത്രമല്ല. ഈ രോഷം UDFിനുള്ളിൽ വമ്പൻ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ വളരെ സങ്കീർണമാണ്. ഔദ്യോഗികമായി അവർ ജോസിനെ സ്വാഗതം ചെയ്യുന്നില്ലെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ജോസ് കെ മാണിയുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ട്. ജോസഫിനെ പിണക്കാതെ ജോസിനെ എങ്ങനെ അകത്തെത്തിക്കാമെന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു വശത്ത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പഴയ മാണി കോൺഗ്രസ് ബന്ധം പുനഃസ്ഥാപിക്കാൻ A ഗ്രൂപ്പിന് താല്പര്യമുണ്ട്. മറുവശത്ത് VD സതീശനും K സുധാകരനും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് കണ്ടറിയണം.